കൃഷി ആവോള കൃഷി. പക്ഷേ ഇതുപോലെ രോഗം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വളാത്താങ്കര ഇച്ചിരി നല്ല ഈ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കളറുള്ള ഒരു ചീരയ്ക്കാണ് ഡിമാൻഡ്. എല്ലാവർക്കും ഇപ്പം ഈ ആഡംബരത്തോടാണല്ലോ താല്പര്യം. പൊന്നങ്കണ്ണി ചീരയ്ക്കൊക്കെ ഇതൊക്കെ ആയി കഴിയുമ്പോൾ അതൊന്നും വിറ്റുപോകും. ഔഷധ ഗുണം. ഗുണമൊക്കെ ഉള്ളത്. പക്ഷേ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് അതൊന്നും അല്ലല്ലോ. ഇപ്പം ഏതൊരു സാധനമായാലും ഇപ്പോൾ ഒരു പാവയ്ക്ക തന്നെ ഒരു ചെടി ഈച്ചക്കുത്തുണ്ടെങ്കിലും അവർ പിന്നെ ഉപഭോക്താവിന് അത് വേണ്ട. അവർക്കെല്ലാം സൗന്ദര്യമാണ് വേണം. എന്നിട്ട് പറയുന്നത് കീടനാശിനി ഉപയോഗിക്കാത്തത് വേണം, ജൈവം വേണം. ഇത് കിലോ 70 രൂപ വെച്ച് തൂക്കമായി 70, 60. ഇപ്പോൾ ആ സീസണൊക്കെ ആകുമ്പോൾ ഒരു 60 ഒക്കെ. 3 ജോലിക്കാരുണ്ട്. എല്ലാം കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് സമ്പാദിക്കാനുണ്ട്. കൃഷി നഷ്ടമാണെന്ന് പറയുന്നത് ഒന്നാമത് കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും അറിയും. അല്ലാതെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടുകൊണ്ട് 2-3 ഏക്കർ ആൾക്കാർ ചെയ്യും. ഇതിനകത്ത് രോഗങ്ങളും കീടങ്ങളും ഇതെന്തുവാ, എന്ത് രോഗമാണ്, എന്തോ കീടമാണെന്നൊക്കെ അറിയാനുള്ള ഒരു ആദ്യമേ നമ്മൾ അത് മനസ്സിലാക്കും. എൻ്റെ പേര് ശിവദാസൻ പിള്ള. ഞാൻ ചുനക്കര പഞ്ചായത്തിൽ ചുനക്കര കൃഷിഭവൻ്റെ പരിധിയിലുള്ള ഒരു കർഷകനാണ്. 10 വർഷം കൊണ്ട് സജീവമായിട്ട് കൃഷിയിലാണ്. ഇപ്പോൾ 5 ഏക്കർ പച്ചക്കറിയും 25 ഏക്കർ നെൽകൃഷിയാണ്. നെൽകൃഷിയുടെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നേരത്തെ റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 10-30 സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി ചെയ്ത് അങ്ങനെ കുറേ ഇതായി കഴിഞ്ഞപ്പോൾ കുറേശ്ശെ 1 ഏക്കർ ചെയ്തു. ഇത് ചീര വ്ളാത്താങ്കര എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നട്ടതല്ലേ, ഇത് വിതയ്ക്കുക. വിതച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് വലുത് പറിച്ച് പറിച്ച് നടിയിലെന്ന് പറയുന്ന ഒരു ചിലവ് കൂടുന്ന ഇത്. ഇത് നട്ടൊരു 30-35 ദിവസം ആകുമ്പോഴത്തെ എടുക്കാൻ തുടങ്ങും. ഈ വിതയ്ക്ക പറഞ്ഞ എങ്ങനെ ഈ ഞാറൊക്കെ അത് തന്നെ. എല്ലുപൊടിയും ഇതും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ചേർക്കും. കോഴിവളം ഇട്ട് ആദ്യം ഒന്ന് മണ്ണൊന്ന് ഒഴുതിട്ട് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ചീരവെത്തി കയറും. 2 നേരം വെള്ളം ഒഴിക്കണം. ഇപ്പോൾ വെള്ളത്തിന് ഒരു ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒറ്റ നേരമാക്കിയിട്ടുണ്ട്. ഇതിപ്പോ എത്ര ആകുമ്പോൾ തൊട്ട് എടുത്ത് തുടങ്ങും? 25 നല്ലപോലെ വെള്ളം ഒഴിക്കാതെ 25 മുതൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 30 ദിവസമായി വരുമ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി നിർത്തി. ഇതിനെ ഒരു ഈ ഇലപ്പുള്ളി എന്ന് പറയുന്ന ഒരു രോഗം വരും. ചിലപ്പോൾ ഒരു മഴച്ചാറ്റിലോ വല്ലതും വരുവാണെങ്കിൽ ഈ ഇലയ്ക്ക് ഈ പുള്ളി പോലെ വന്നിട്ട് പിന്നെ അത് വിൽപ്പനയ്ക്ക് പാടാം. ഒത്തിരി മൂക്കാതെ അല്ല. ഇതിപ്പോൾ നല്ല വരുവാണ്. ഇതിൻ്റെ തണ്ട് വരെ അങ്ങ് അരിഞ്ഞെടുക്കണം. അങ്ങനെ മൊത്തം ചെടികൾ മൊത്തം ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് സ്പ്രെഡ് ആവുക. അതിനെന്തേലും മരുന്ന്? മരുന്ന് ഇത് പക്ഷേ അത് മഞ്ഞപ്പൊടി ഇതൊക്കെ പറയുന്നുണ്ട്. നല്ല ട്രൈക്കോഡർമ, പക്ഷേ സ്യൂഡോമോണോസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര വരുന്നതിന് മുമ്പ് വല്ലതും ചെയ്താൽ പറ്റും. നമ്മൾ ചിലപ്പോൾ ഇത്രയും ഇച്ചിരി കൂടെ വലുതാക്കിയിട്ടിരുന്ന 2 ദിവസം കൊണ്ട് സംഭവം മൊത്തം ഒതുങ്ങി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചീരകൃഷി ആവോള കൃഷിയാണ്. പക്ഷേ ഇതുപോലെ രോഗം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ചെയ്യാറുള്ള വേറെ ഒത്തിരി ഇനങ്ങളുണ്ട്. ഉണ്ട്. വളാത്താങ്കര ഇച്ചിരി നല്ല ഈ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കളറുള്ള ഒരു ചീരയ്ക്കാണ് ഡിമാൻഡ്. പിന്നെ അരുണുണ്ട്. വേറെ 2-3-4 വെറൈറ്റി ഉണ്ട്. ചീരയെല്ലാം ഈ ഒരുപോലൊക്കെ തന്നെ വരത്തുള്ളൂ. ഇത്ര കളറുള്ളത് കൊണ്ട്. ഈ കളറാണല്ലോ എല്ലാവർക്കും ഇപ്പം ഈ ആഡംബരത്തോടാണല്ലോ താല്പര്യം. പച്ചക്കളർ ചീര കുറച്ചൊക്കെ പോകുമ്പോൾ അതിന് ഡിമാൻഡ് കുറവാണ്. ഇത് പച്ചയാണ്. ഇതിനിടയ്ക്ക് വന്ന ഒരു വിത്താണ്. പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാലേ ഈ രോഗം കുറവാന്ന് പറയുന്നത്. ഇനി ഒന്ന് നോക്കണം അടുത്ത ഇതിന് നമ്മളതോടെ ഒന്ന് ട്രൈ ചെയ്യും. പൊന്നങ്കണ്ണി ചീരയ്ക്കൊക്കെ ഇതൊക്കെ ആയി കഴിയുമ്പോൾ അതൊന്നും വിറ്റുപോകും. ഔഷധ ഗുണം. ഗുണമൊക്കെ ഉള്ളത്. പക്ഷേ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് അതൊന്നും അല്ലല്ലോ. ഇപ്പം ഏതൊരു സാധനമായാലും ഇപ്പോൾ ഒരു പാവയ്ക്ക തന്നെ ഒരു ചെടി ഈച്ചക്കുത്തുണ്ടെങ്കിലും അവർ പിന്നെ ഉപഭോക്താവിന് അത് വേണ്ട. അവർക്കെല്ലാം സൗന്ദര്യമുള്ളത്. എന്നിട്ട് പറയുന്നത് കീടനാശിനി ഉപയോഗിക്കാത്തത് വേണം, ജൈവം വേണം. ഇത് കോഴിവളം കടലപ്പിണ്ണാക്ക് മാത്രം. കട്ട് ചെയ്തിരിക്കുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് അത്ര പിടുത്തം പോരാ. ഇത് കിലോ 70 രൂപ വെച്ച് തൂക്കമായിരുന്നു. 70, 60. ഇപ്പോൾ ആ സീസണൊക്കെ ആകുമ്പോൾ ഒരു 60
ഒക്കെ അപ്പൊ പിടിച്ചെടുക്കുമ്പോ പെട്ടെന്ന് തീരത്തില്ല ഇത്. തീരും. അല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നിപ്പുണ്ടല്ലോ. ഇവനെ അപ്പോൾ വലുതാവിക്കുള്ളൂ. കട്ട് ചെയ്ത് എടുക്കാം. പക്ഷേ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഈ വിൽപ്പനക്കാർക്ക് അതൊരു വിഷയമായി ഉണ്ട്. കാരണം പെട്ടെന്ന് വാടിപ്പോകും. ഇതാകുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെള്ളത്തിലങ്ങ് മുക്കി വെക്കാമെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കും. പക്ഷേ ഇന്ന് നമ്മളങ്ങനെ കൊടുക്കത്തില്ല. ഇപ്പം ഒരാളിന് 10 15 കിലോ കൊടുക്കും. അത് കഴിയുമ്പോഴത്തേ അവിടെ വലിയ മഴയത്ത് പ്രശ്നം. വലിയ ബുദ്ധിമുട്ട്. അല്ലാതെ മിക്കവാറും ഞാനിപ്പോൾ ഈ വർഷം ഒന്ന് പരീക്ഷണം നോക്കിയതാണ്. മഴ സമയത്തും കുറച്ച് ചെയ്തു. കുറേ ഹാർവെസ്റ്റ് കിട്ടി. ബാക്കി പിന്നെ പുള്ളിയായി. ഇതേതാണ്ട് ഒരു 10 30 സെൻറ്റ്. ദാണ്ട് അപ്പുറത്തും ഇട്ടിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ ഷോർട്ടേജും ഉണ്ട്. കാരണം ഒന്ന് തീരുമ്പോൾ അടുത്തത് ഇല്ലെങ്കിലേ നമ്മുടെ അടുത്ത് സ്ഥിരം കുറേ കസ്റ്റമറും ഉണ്ട്. ഇതിപ്പോൾ ഇന്ന് ആദ്യമായിട്ട് എടുക്കുക. തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡെയിലി എടുക്കും. മൂന്ന് ജോലിക്കാരുണ്ട്. എല്ലാം കൂടെ നമുക്ക് വെയിറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് സമ്പാദിക്കാൻ തരുന്നുണ്ട്. നമ്മളിപ്പം 3 പേരുണ്ട്. ഇപ്പം ഇനി ചിലപ്പോൾ 4 5 പേരെ കൂടെ എടുക്കും. ഈ നെൽകൃഷിയുടെ നമ്മുടെ കാര്യം നടക്കും 3 കുടുംബം ജീവിക്കുക. അല്ലാതെ മൊത്തം കൂടെ നമ്മൾ സമ്പാദിച്ച് കൂട്ടണമെന്ന് ഒരു ഇതല്ലല്ലോ. ബാക്കി ഒരു 3 4 ഏക്കർ പച്ചക്കറി ഉണ്ട്. പയറൊക്കെ ആകുന്നേ ഉള്ളൂ. പടവലവും ഇതിപ്പോൾ എങ്ങനെയായാലും ഒരു 10 20 25 ദിവസത്തേക്ക് ഉള്ളതുണ്ട്. ഇന്നൊരു 10 20 25 കിലോ. ഇവിടെ 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 VFPCയുടെ മാർക്കറ്റ്. വിപണനത്തിന് നമുക്ക് സ്ഥിരം കുറേ കച്ചവടക്കാരുണ്ട്. മറ്റേ നാടൻ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കുറേ കച്ചവടക്കാർ നമുക്കുണ്ട്. കൃഷി ലാഭകരമാണെന്ന് ചോദിച്ചാൽ ഇതിന് നഷ്ടമാണെന്ന് പക്ഷേ നമ്മൾ കാലാവസ്ഥ വ്യതിയാനം വലിയ വിഷയം. കഴിഞ്ഞ വർഷം ഒരു 4 5 ലക്ഷം രൂപയുടെ ലോസ് വന്നു. ഉണക്ക്. ഇവിടെ അപ്പൊ വെള്ളം എങ്ങനെ ഇപ്പം? നമുക്ക് കിണറുണ്ട്. ഒരിടത്ത് കുളമുണ്ട്. അത് അവിടെ ഒരു 2 ഏക്കറുണ്ട്. അത് കുളമാണ്. നമ്മളിപ്പോൾ ഇത് തീരുമ്പോഴത്തെ അടുത്ത ഒരു ഇതാക്കും. റൗണ്ട് ചെയ്ത് പോകാൻ പറ്റുമല്ലോ. ഈ വിത്ത് ഇപ്പൊ നമ്മൾ തന്നെ ഇല്ല ഇത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ചത്. നമ്മുടെ കയ്യിൽ ഇരുന്നത് കിളിച്ചില്ല. ഇത് എല്ലാ പ്രാവശ്യം വിത്ത് മേടിക്കണം. അത് ഇത് അല്ലല്ല എടുക്കുക. ഈ പ്രാവശ്യം എടുത്തത് കഴിഞ്ഞ വർഷം വെച്ചിരുന്നത് എടുത്തില്ല. ബാക്കിയെല്ലാ വിത്തും നമ്മൾ തന്നെ എടുക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇപ്പം സീസൺ ആകുമ്പോൾ എല്ലായിടത്തും ചീര കാണും. അതിന് മുമ്പേ നമ്മുടെ കയ്യിൽ വന്നെങ്കിൽ നല്ല ഡിമാൻഡ്. ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഇതാണ്. ഇത് കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് ഈ ഫിൽറ്ററിനകത്ത് വരും വെള്ളം. ഇത് ഫിൽറ്റർ ചെയ്തിട്ട് ഇതുവഴി ഈ എല്ലാ പൈപ്പിലും ചെല്ലും. ഇത് വെഞ്ചറി. ഇതിനകത്തൂടാണ് നമ്മൾ വളം കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തേക്കുവാണ്. ഇത് ഈ തിരിക്കും. എന്നിട്ട് ഇതിനകത്തൊരു ട്യൂബുണ്ട്. അത് നമ്മളെടുത്ത് അകത്ത് വെച്ച് ചിലപ്പോൾ പട്ടി അടിച്ച് എന്നിട്ട് ആ ട്യൂബ് നമ്മൾ വെള്ളത്തിനകത്തോട്ടിടും. എന്നിട്ട് ഇവനെ ഇങ്ങനെ ഒന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഇതും വലിച്ചെടുക്കും. വെള്ളത്തിലെലിയുന്ന വളമാണ് 19 13 45 സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. ഇതൊക്കെയാണ്. അല്ലാതെ ഫാക്ടംബൂസ് ഒന്നും ഇതിൽ കൂടെ കൊടുക്കാൻ പറ്റില്ല. കൃഷി നഷ്ടമാണെന്ന് പറയുന്നത് ഒന്നാമത് കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും അറിയണം. അല്ലാതെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടുകൊണ്ട് 2 3 ഏക്കർ എടുത്ത് ആൾക്കാർ ചെയ്യും. ഇതിനകത്ത് രോഗങ്ങളും കീടങ്ങളും ഇതെന്തുവാ എന്ത് രോഗമാണ് എന്തോ കീടമാണെന്നൊക്കെ അറിയാനുള്ളൊരു ആദ്യമേ നമ്മൾ അത് മനസ്സിലാക്കണം. അല്ലാതെ എപ്പോഴും ഇപ്പം ഒരു കൃഷി ശാസ്ത്രജ്ഞരെ കൊണ്ടുവന്ന് പിന്നെ നമുക്ക് സംശയമുള്ളത് അപ്പോഴേ അവർക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുത്താൽ അവർ അതിന് ചെയ്യേണ്ട മരുന്നും ഇതെല്ലാം പറഞ്ഞു തരും. 10 30 വർഷം കൃഷി ചെയ്തിട്ട് ഹാപ്പി തന്നെ. അതെ. കൂടുതൽ ചെയ്യാനല്ലേ താല്പര്യം? ഇപ്പം 30 ഏക്കറായി. 25 ഏക്കർ നെൽകൃഷി 5 ഏക്കർ പച്ചക്കറി ഉണ്ട്.